കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദേവസ്വം ഫോട്ടോഗ്രാഫറെ നടൻ ജയസൂര്യയ്ക്കൊപ്പമുള്ളവർ മർദ്ദിച്ചെന്ന് പരാതി. ഫോട്ടോ എടുക്കുന്നത് തടയുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന് ഫോട്ടോഗ്രാഫർ സജീവ് നായർ പറഞ്ഞു. ദേവസ്വം ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞിട്ടും മർദ്ദിച്ചെന്ന് പരാതി. നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, എപ്പോഴായിരുന്നു ഈ സംഭവം? പോലീസ് കേസെടുത്തിട്ടുണ്ടോ ഈ വിഷയത്തിൽ? ലക്ഷ്മിപത്മ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എത്തിയതായിരുന്നു ജയസൂര്യ. ഈ സമയത്ത് ദേവസ്വം നിയോഗിച്ച ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഇദ്ദേഹം സജീവ് നായർ ജയസൂര്യയുടെയും സംഘത്തിൻ്റെയും ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു, ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ കേളകം പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവഞ്ചിറ എന്ന് പറയുന്നത് അവിടെ എത്തുന്ന വിശ്വാസികൾ അവർ കുളിക്കുന്ന സ്ഥലമാണ്, ഒരു പുഴ പോലുള്ള സ്ഥലമാണ്. അവിടെ സാധാരണയായി ഫോട്ടോഗ്രാഫി നിരോധിക്കപ്പെട്ട സ്ഥലമാണ്. പക്ഷേ ദേവസ്വം ബോർഡ് അവിടേക്ക് എത്തുന്ന VIP-കളായ ആളുകളുടെ ചിത്രങ്ങളും ഒപ്പം തന്നെ ദൃശ്യങ്ങളും പകർത്തുന്നതിന് വേണ്ടി പ്രത്യേക ഫോട്ടോഗ്രാഫറെ ഏൽപ്പിക്കുന്ന ഒരു പതിവുണ്ട്. അത്തരത്തിൽ 30ഓളം ആളുകൾ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഒരേ ഒരാൾക്ക് മാത്രമാണ് അവിടെ ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്താനുള്ള അനുമതി, അതും ദേവസ്വം ബോർഡിന് വേണ്ടി പകർത്താനുള്ള അനുമതി നൽകിയത്. അത്തരത്തിൽ അനുമതി കിട്ടി പ്രവർത്തിക്കുന്നയാളാണ് സജീവ് നായർ. അതിൻ്റെ ഭാഗമായാണ് സജീവ് അവിടെ നിന്ന് ചിത്രങ്ങൾ പകർത്തിയത് എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ജയസൂര്യയ്ക്കൊപ്പമുണ്ടായിരുന്ന ഒരാൾ ആദ്യം ചിത്രങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തുകയും ഒപ്പം തന്നെ ക്യാമറയുടെ ലെൻസ് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. അത് ചെറിയൊരു വാക്കേറ്റത്തിലേക്ക് എത്തി. അതിനുശേഷം ഈ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തി ജയസൂര്യയ്ക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് 3 പേർ കൂടി മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ കേളകം പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. വയറിനുൾപ്പെടെ മർദ്ദനമേറ്റു എന്നും സജീവിൻ്റെ പരാതിയിൽ പറയുന്നുണ്ട്. നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.